ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഭാഗ്യലക്ഷ്മി, ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ആ വാർത്തകൾ താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇവിടെ ഉയരുന്നൊരു പ്രശ്നം, ഈ ബോബി ചെമ്മണ്ണൂർ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹണി റോസിനെതിരെ മാത്രമല്ല, വഷളത്തരങ്ങളുടെ ഒരു ഹോബിയാണ്, വഷളത്തരങ്ങൾ ഹോബിയാക്കി മാറ്റിയ ആളാണ് ബോബി ചെമ്മണ്ണൂർ. ഒരുപക്ഷേ ബോബിയല്ല, ഷാജിയല്ല, ആരായാലും കേരള പോലീസിന് മുന്നിൽ തുല്യരാണ് എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം, സമൂഹം കൊടുത്ത ഒരു ലൈസൻസിൻ്റെ മറവിൽ, സമൂഹം ലൈസൻസ് കൊടുത്തു എന്ന് കരുതി ഇത്തരം വഷളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെമ്മണ്ണൂർമാരെ എന്ത് ചെയ്യണം? വളരെ അത്ഭുതം തോന്നുന്നു. ഒരല്പം മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിൽ സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് സമൂഹമാണ് അയാളെ വളർത്തിയത്. സമൂഹം, ഈ ബോബി ചെമ്മണ്ണൂർ എന്ത് തോന്നിവാസം പറഞ്ഞാലും അതിനെ ആസ്വദിച്ച് അതിനെ എൻകറേജ് ചെയ്യുന്ന പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഉൾപ്പെടെ. അയാളുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പല സ്ത്രീകളും, അയാൾ സ്ത്രീകളെ കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്ത്രീകൾ തന്നെ ഇരുന്ന് കൈകൊട്ടി ചിരിച്ച് സന്തോഷത്തോടുകൂടി ആസ്വദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്കെന്ത്, വൈറലായാൽ മതി, ആ സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ എന്താ, അതൊന്നും അവരുടെ വിഷയമല്ല. ഇതാണ് അയാളുടെ ശക്തി എന്ന് പറയുന്നത്. അയാൾ കരുതിയത് എന്താണ്, ഏത് സ്ത്രീയെ എന്ത് പറഞ്ഞാലും സ്ത്രീകൾ പോലും ഇവിടെ പ്രതികരിക്കില്ല, കാരണം എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീ പോലും അത് ആസ്വദിക്കുന്നു എന്നുള്ളതാ. ഇതാണ് കാലാകാലങ്ങളായി അയാൾ വളർന്ന് അയാളുടെ പണവും അയാളുടെ സ്വാധീനവും എല്ലാം, സമൂഹ സ്വാധീനം, സാമ്പത്തിക സ്വാധീനം, ഇതെല്ലാം കൂടെ അയാളെ വളർത്തി. എല്ലാ കാലവും ഇങ്ങനെ എല്ലാവരും നിശബ്ദരായിരിക്കുമെന്ന് അയാൾ കരുതിയിരുന്നു. എത്രയോ തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ബാധിക്കപ്പെട്ട ഒരാൾ പോലും എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല. ഹണി റോസിന്റെ മുമ്പിൽ വെച്ചാണ് ഇയാൾ അന്ന് ആ പുരാണ കഥാപാത്രവുമായി ഇയാൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. ഒരു 4-5 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടിയുമായി ഇരുന്ന് വീണ്ടും ഹണി റോസിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പുച്ഛം, അയാൾക്ക് പരമ പുച്ഛമാണ്. സ്ത്രീകളെ വെറും ഒരു ഒബ്ജക്റ്റായിട്ടാണ് അയാൾ കാണുന്ന ഒരു വസ്തുവാണ് സ്ത്രീ. അയാളുടെ വസ്ത്രധാരണവും അയാളുടെ സംസാരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ. എന്നിട്ട് ഇന്നലെ മറ്റൊരു ചാനലിലിരുന്ന് അയാൾ പറയുന്നു, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കുന്നില്ല, അയാൾ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അയാൾക്കെതിരെ എടുക്കുന്ന നടപടികൾ, അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഈ പരാമർശങ്ങളെ ആസ്വദിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, കമന്റ് ഇടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇതൊരു പാഠമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി സ്ത്രീകളെ ഇങ്ങനെ വായിൽ തോന്നുന്നത് പറയാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയ നിയമം നമുക്ക് വളരെ വളരെ ദുർബലമാണ്. അപ്പൊ നമുക്ക് തന്നെ എന്തെല്ലാം ഇയാൾക്കെതിരെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും, ഇയാൾ ഓരോ പെണ്ണിനും, ഹണി റോസിനെ മാത്രമല്ല സ്ത്രീ സമൂഹത്തെയാകെയാണ് ഇയാൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വളരെ സ്ട്രോങ് ആയി തന്നെ മുൻപോട്ട് പോകണം. ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയും വേണമെന്നാണ് എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇതിനകത്ത് ഇപ്പോൾ ഈ കമൻ്റ് ഇട്ടവരുടെ വൈകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ തന്നെ കമൻ്റ് ഇടാതെ ഇരുന്ന് ആസ്വദിച്ചവരുടെ മനോവൈകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരുപക്ഷെ താങ്കൾ അടക്കമുള്ളവരോടൊരു വിമർശനം ഉന്നയിക്കാനുള്ളത്, ഇത്തരം വഷളത്തരങ്ങൾ പറയുമ്പോൾ താങ്കൾ ഇതുവരെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാറുണ്ടായിരുന്നു. ഇയാൾ കാണിക്കുന്നത് ശരിയല്ല എന്ന ഒരു പോസ്റ്റ് പോലും താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇട്ടിട്ടില്ല എന്നതുകൂടി ഈ കാര്യത്തിലൊന്ന് വിമർശനപരമായി പറയുകയാണ്. പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. ഇത് സാക്ഷി കെട്ടാണ്. 4 ദിവസം മുൻപ് ഞാൻ ഇയാൾക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടത് സാക്ഷി കെട്ടിട്ടാണ്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ സ്ത്രീകളെയും സംരക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് മുമ്പിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അയാളോട് സംസാരിക്കാം. എന്ത് വർത്തമാനാണോ താൻ പറഞ്ഞതെന്ന് എനിക്ക് സംസാരിക്കാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താ ബുദ്ധിയില്ലേ? അവർക്ക് അഭിമാനമില്ലേ? അവർക്ക് സ്വന്തം വ്യക്തിത്വമില്ലേ? അവരെ മനസ്സിലാക്കണ്ടേ ഇയാൾ എന്നെയാണ് അപമാനിക്കുന്നത് എന്ന്? അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു ഭാഗ്യലക്ഷ്മി വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരും എന്നിങ്ങനെ ഓരോ സ്ത്രീകളും കാലാകാലങ്ങളായി ഓരോരുത്തരെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണോ? ആണോ? ഞാൻ എന്നെ സംബന്ധിച്ച് സഹി കെട്ടിട്ടാണ് 4 ദിവസം മുമ്പ് ഹണി റോസിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു മെസ്സേജ് ഇട്ടത്. ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഹണി, അയാളുടെ സമ്പത്തിന്റെ മുമ്പിലാണോ നിങ്ങൾക്ക് ഈ ഭയം? എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളുടെ പേര് ഉറക്കെ പറയാത്തത്? എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ മുതിരാത്തത് എന്ന് ഞാൻ ചോദിച്ചു. അവരിതായിറങ്ങി. അപ്പൊ ഇതിൽ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രഷൻ വേണം. പിന്നെന്തെന്ന് ചെയ്യൂ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്.
എല്ലാ സ്ത്രീകളും സ്വയം മനസ്സിലാക്കണം. ഇത് ഞാൻ ഉണരേണ്ടതാണ്. എന്നെ ഉണർത്താൻ മറ്റൊരാൾ വരില്ല, എന്നെ സംരക്ഷിക്കാൻ മറ്റൊരാൾ വരില്ല. ഇതാണ് ചെയ്യേണ്ടത്. എനിക്കെതിരെ വന്നിട്ടുള്ളതെല്ലാം ഞാൻ പ്രതിരോധിച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളെയും സംരക്ഷിക്കൽ എന്റെ ഉത്തരവാദിത്വമല്ല. എന്റെ മുമ്പിൽ വരട്ടെ, തീർച്ചയായിട്ടും ഞാൻ ഏതൊരു സ്ത്രീയോടൊപ്പം നിൽക്കാം. ഒരു സ്ത്രീയെങ്കിലും എന്നോട് ചേച്ചി എനിക്ക് ഒരു സപ്പോർട്ടുമായിട്ട് എന്നോടൊപ്പം വരൂ, ഞാൻ ഇറങ്ങാം, ഞാൻ പാടുപെട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇവിടെ. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യം ഈ ചില കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ ബോധ്യപ്പെടലുകൾ, ചില ഒരുപാട് തെറ്റുകൾ വന്നാൽ പോലും നിയമത്തിന് കൃത്യമായ, സർക്കാരിന് പോലീസിന് കൃത്യമായി ഇടപെട്ടേ പറ്റൂ. ഇവിടെ പോലീസ് കൃത്യമായി ഇടപെടൽ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഒരു പരാതി കിട്ടി 24 മണിക്കൂറിന് മുമ്പ് കേരള പോലീസിൻ്റെ ഒരു അഭിനന്ദിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇന്നലെയാണ് ഹണി റോസ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തതിന് തൊട്ട് പിന്നാലെ പോലീസ് ഇയാൾ കോയമ്പത്തൂരിലുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുന്നു, അയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ പലരും കമൻ്റ് ഇടാതിരുന്നാൽ പോലും വളരെ കൃത്യമായ ഇടപെടുന്ന ഒരു പോലീസ് കൂടി ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതുവരെ പറഞ്ഞില്ല, ഇപ്പൊ പറയാം. ഒരു പക്ഷേ ഹണി റോസ് ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് അതിൽ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹണി റോസിനോടൊപ്പം തെരുവിലേക്ക് ഞാനും ഇറങ്ങിയെന്ന് വരാം. അത് എടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സ്ത്രീകൾ ആ സ്ത്രീക്കെതിരെ, ഞാനൊരു നടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടി എന്നല്ല ഞാൻ പറയുന്നത്, അവർ ഒരു സ്ത്രീയാണ്. അവർ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വസ്ത്രവും ധരിക്കട്ടെ, അവർ എങ്ങനെ അവർ സന്തോഷമായി സ്വതന്ത്രമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, സമൂഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണത്. അത് നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കുക, അങ്ങനെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ തെറി വിളിക്കാതിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇതിന് നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഹണി റോസ് പുറത്തേക്ക് ഇറങ്ങാൻ വില്ലിങ് ആയാൽ ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറയാൻ ഞാൻ തയ്യാറായിരുന്നു. എനിക്ക് ഹണി റോസിനെ പരിചയമില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എങ്കിലും ഏതൊരു സ്ത്രീക്കും ഒരു പ്രശ്നം വന്നാൽ ചേച്ചി എന്നോടൊപ്പം വരൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോരാട്ടത്തിന് ഇറങ്ങാൻ തയ്യാറാണ്. ശരി, വളരെ നന്ദി ശ്രീ ഭാഗ്യലക്ഷ്മി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.